ഇന്ത്യയിൽ ഇനി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ റേറ്റ് കുറയാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം വെഹിക്കിൾസാണ് ഓരോ മാസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് നമ്മൾ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ ധാരാളം വെഹിക്കിൾസ് ഇറങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ. കാരണം വേറെ ഒന്നല്ല, മിക്ക ആൾക്കാരും പെട്രോൾ വണ്ടിയിൽ നിന്ന് മാറിയിട്ട് ഇലക്ട്രിക് വണ്ടിയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ് വന്നിട്ട് അതിൻ്റെ ടോപ്പ് 10 ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ലിസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയൊക്കെ മനസ്സിലാവും ഏതാണ് ടോപ്പ് 10 ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ള മനസ്സിലാവും. അതായത് 2 വീലർ സെഗ്മെൻറ്റിൻ്റെ കേസ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ജസ്റ്റ് കണ്ടാൽ മതി. നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചൊന്നുമല്ല. ഇപ്പോൾ തമ്മിൽ കണ്ടോ തന്നെ അതിൻ്റെ ആൻസറാണ് നമ്മൾ തപ്പുന്നത്. കാരണം വണ്ടിയുടെ റേറ്റ് കുറയാൻ പോകുമെന്ന് പറയുന്നു, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ PM E-Drive സ്കീമിൽ നമുക്ക് സബ്സിഡി എമൗണ്ട് ഈ മാസം വരെ കുറയുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ റേറ്റ് കുറയുക, അതാണ് നമ്മൾ വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ആ വീഡിയോ പോകുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സാണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. നിലവിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ സബ്സിഡി സ്കീംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് റൺ ചെയ്യുന്ന സബ്സിഡി സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ PM E-Drive ആണ്. അപ്പോൾ ഈ സബ്സിഡി സ്കീം ത്രൂ നമുക്ക് 10,000 രൂപയാണ് ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് സബ്സിഡി എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ വേറെ കാര്യമുള്ളത്, ഈ മാസത്തോടെ ഈ സബ്സിഡി എമൗണ്ട് റിഡക്ഷൻ വരുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഇലക്ട്രിക് വണ്ടികളുടെ റേറ്റ് കാര്യമായിട്ട് ഇൻക്രീസ് ആകാനാണ് ചാൻസസ്. പക്ഷേ വേറെ കാര്യമുള്ളത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് വണ്ടിയുടെ കേസ് നോക്കാൻ നമുക്കറിയാം, ബാറ്ററിയാണ് ഇലക്ട്രിക് വണ്ടിയുടെ മെയിൻ കമ്പോണൻറ്റ്. അപ്പോൾ ബാറ്ററിയുടെ റേറ്റ് കുറയ്ക്കാനുള്ളൊരു ഡിസിഷനാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എടുത്തിട്ടുള്ളത്. കാരണം വേറൊന്നുമില്ല, നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് വണ്ടിയുടെ തീർച്ചയായിട്ടും വണ്ടി റിഡക്ഷൻ വരും പ്രൈസിൽ. അപ്പോൾ അങ്ങനെ ഓവറോൾ നമുക്ക് വണ്ടിയുടെ റേറ്റ് കുറയാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ചാൻസസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പകരം പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഓലയുടെ കേസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു ബാറ്ററിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 കിലോവാട്ടിന് 20,000 രൂപ മുതൽ 25,000 രൂപയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രീമിയം ക്വാളിറ്റി ബാറ്ററിയുടെ കേസാണ്. അപ്പോൾ നമ്മൾ ഓലയുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.9 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വരുന്നെങ്കിൽ അതിൻ്റെ റേറ്റ് വന്നിട്ട് 87,298 രൂപയാണ് എൻ്റെ റേറ്റ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ 2 വർഷം മുന്നത്തെ കേസാണ്. ആ സമയത്ത് വണ്ടി റേറ്റ് എന്ന് പറയുന്നത്, അതായത് പുതിയ വണ്ടിയുടെ റേറ്റ് 1,45,000 രൂപയായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 60,000 രൂപയാണ് ബാറ്ററിയുടെ കോസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. അതായത് ടോട്ടൽ വണ്ടി റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 60% ബാറ്ററിയുടെ കോസ്റ്റ് തന്നെയാണ്. പക്ഷേ വേറെ കാര്യമുള്ളത്, റീസെൻറ്റ് വന്നിട്ട് ഒരു 3 കിലോവാട്ട് 4 കിലോവാട്ടിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 കിലോവാട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 38,999 രൂപയും 4 കിലോവാട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 46,999 രൂപയാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 33% ബാറ്ററിയുടെ കോസ്റ്റ് വരുന്നുള്ളൂ. ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ റേറ്റുമായിട്ട് 33% ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് പണ്ട് 60%, ഇപ്പോൾ വന്നിട്ട് 33% ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായ റിഡക്ഷനാണ് ഇപ്പോൾ ബാറ്ററിയുടെ ഓവറോൾ കോസ്റ്റിംഗ് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്, അപ്പോൾ അങ്ങനെ വണ്ടി റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ടോയെന്നാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളിതുവരെ വണ്ടി റേറ്റ് കുറച്ച് കണ്ടിട്ടില്ല. കാരണം എല്ലാ കമ്പനികളും മാക്സിമം പ്രോഫിറ്റ് അത് ഒപ്പിക്കാനുള്ള പണിയാൻ നോക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി റേറ്റ് കുറയത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ കാര്യം ഗവൺമെൻറ് വളരെ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചെയ്തിട്ടുള്ളത്, ഈ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു കുറേ ക്രിട്ടിക്കൽ കമ്പോണൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പോണൻസിന് നമ്മൾ വല്ലാതെ ഡ്യൂട്ടി കൊടുത്തിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കാരണമാണ് ഈ വണ്ടിയുടെ കമ്പോണൻസിൻ്റെയൊക്കെ റേറ്റ് വല്ലാതെ കൂടി നിൽക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് 35 കമ്പോണൻറ്റ്, അതായത് ക്രിട്ടിക്കൽ കമ്പോണൻറ്റ്, ബാറ്ററി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് 35 എണ്ണമാണ്. 35 ഐറ്റത്തിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ കാര്യമായി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വണ്ടി റേറ്റ് കുറയും. ഇപ്പോൾ നമ്മൾ PM E-Drive കുറയുന്നു, അത് കാരണം വണ്ടി റേറ്റ് കൂടുന്നൊക്കെ നമ്മൾ കുറേ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ കാര്യമുള്ളത്, വണ്ടിയുടെ ബാറ്ററിയുടെ കോസ്റ്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും വണ്ടിയുടെ റേറ്റ് എന്തായാലും കുറയും. അപ്പോൾ അങ്ങനെ ഒരു കൺഫേം ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ധാരാളം സോഷ്യൽ മീഡിയാസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും, വളരെ കൺഫേംഡ് ന്യൂസാണ്. അപ്പോൾ വണ്ടി റേറ്റ് എന്തായാലും കുറയാനാണ് ചാൻസസ് വളരെ കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറഞ്ഞാൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.